ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടി വി സ്റ്റെബിലൈസറാണ് കേട്ടോ. നമുക്ക് 55 ഇഞ്ച് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടി വി സ്റ്റെബിലൈസറാണ്. നമ്മൾ കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ 𝗂𝗄𝗄𝗃 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു സ്റ്റെബിലൈസറിൻ്റെ തന്നെ. എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി പുതിയൊരു ടി വി വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ടി വി ഹൈ വോൾട്ടേജ് വന്നിട്ട് നമ്മുടെ അതിൻ്റെ LCD ഡിസ്പ്ലേ ഫുൾ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. LED ഡിസ്പ്ലേ ഫുള്ള് നമ്മൾ ആക്ച്വലി എന്താ പറയുക 𝗵𝗏𝗺 ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 𝗵𝗏𝗺ൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലോ ക്വാളിറ്റി, ജസ്റ്റ് മാർക്കറ്റിങ്ങും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ, ഒരു പരസ്യം മാത്രമേ ഉള്ളൂ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് പോലെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ AC ആക്ച്വലി 𝗵𝗏𝗺 ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ TV 𝗵𝗏𝗺 തന്നെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ടും സാധനം ഹൈ വോൾട്ടേജ് വന്ന് അടിച്ചു പോയി എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ചെക്കപ്പ് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ AC-ക്ക് കംപ്ലൈൻറ്റ് ഒന്നും നമ്മൾ ഇന്ന് AC എന്നിട്ടും വേറെ നമ്മൾ ലോക്കൽ ഒരു സ്റ്റെബിലൈസറിലേക്ക് വെച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാധനം ഇപ്പോൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4-5 കൊല്ലമായി ഇപ്പോഴും. എന്താ വെച്ചാൽ 𝗵𝗏𝗺 നമ്മൾ വെച്ചിട്ട് ഒരു കൊല്ലത്തിന് മുന്നിലുള്ള കംപ്ലൈൻറ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു X വോൾട്ടിൻ്റെ സ്റ്റെബിലൈസർ നമ്മൾ പരിചയപ്പെട്ടുണ്ടാകുന്ന ഒരു 1500 രൂപയുടെ താഴെ വരുന്ന പ്രൊഡക്റ്റാണ്. അത് നമുക്ക് 55 ഇഞ്ച് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാണാൻ നമ്മുടെ വീഡിയോ 𝗵𝗏𝗺ൻ്റെ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും വർക്കിംഗ് ആണ് കേട്ടോ. അത് ഗ്യാരണ്ടീഡ് ആണ്. ISO സർട്ടിഫൈഡ് ഉള്ള കാരണം ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയൊക്കെയാണ്. മേക്ക് ഇൻ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു കമ്പനിയൊക്കെയാണ് X വോൾട്ടിൻ്റെ. കാണാത്തവർ പോയി കണ്ടുവെക്കുക. അതുപോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് Giomex എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്റ്റെബിലൈസറാണ്. നമുക്ക് 55 ഇഞ്ച് വരെ ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മൗണ്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കാണുമ്പോൾ ഒരു AC-യുടെ സ്റ്റെബിലൈസർ പോലെ തോന്നിക്കെങ്കിലും ഫുള്ളി മെറ്റലാണ് കേട്ടോ. പ്ലാസ്റ്റിക് കാര്യങ്ങളും നല്ല. നമുക്ക് 2 പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഫുൾ മെറ്റൽ തന്നെയാണ് കണ്ടോ. ഫുൾ മെറ്റലാണ്. Giomex എന്ന് പറയുന്നത് ഒരു ISO 9000 2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. അപ്പോൾ ഇവർ നമ്മൾ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവർ ആക്ച്വലി നമ്മുടെ ആമസോണിലും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നതാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാരും. എന്താ വെച്ചാൽ ഞാൻ പ്രൊമോഷനല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളത് നമ്മുടെ ആമസോണിൻ്റെ നമ്മൾ വാങ്ങിച്ച നമ്മുടെ ബില്ലാണ് കേട്ടോ. ആമസോണിൻ്റെ ഇത് നമുക്ക് അന്ന് പ്രൈസ് വന്നത് 1500 രൂപയാണ്. പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവർ സീലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവർ സീലൊക്കെ ഒപ്പുവെച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട് വാറണ്ടി കാർഡ് ഇട്ടാൽ. അപ്പോൾ നല്ല കസ്റ്റമർ സർവീസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ചെറുതായിട്ട് പോയി. അപ്പോൾ നമ്മളിത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ നമ്മുടെ സാംസങ്ങിൻ്റെ 15 ഇഞ്ച് നമ്മൾ TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വാങ്ങിച്ചതാണ്. നമ്മൾ VX വോൾട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. VX വോൾട്ട് നിങ്ങൾ സ്റ്റെബിലൈസർ കാണാണ്ട് വെക്കാമെന്നാണെങ്കിൽ നിങ്ങൾ അത് നോക്കാം. അതിനൊരു 1300 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇതിന് നമുക്ക് ഒരു 1500 റേഞ്ച് വരും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. എന്താ വെച്ചാൽ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ 2 ടൈപ്പായിട്ട് നമ്മൾ എടുത്ത് കേട്ടാം. ഇത് നമുക്ക് ഇവിടെ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം സോളാർ പാനലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 മീറ്റർ ലെങ്ത്ത് കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലൈസർ നിങ്ങൾ നോക്കുമ്പോൾ നോക്കാനുള്ളത് നമുക്ക് എർത്തിങ് ഉള്ള പ്ലഗ് ആണോ എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ നോക്കാനുള്ളത് കണ്ടോ. നമുക്ക് 3 പ്ലഗ് വേണം, എർത്തിങ് ഉള്ള പ്ലഗ് വേണം. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളോട് വെക്കുകയാണ്. നമ്മുടെ ഇത് കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടൊക്കെയാണ്. നമ്മൾ റീസ്റ്റാർട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓണാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുത്താണ്. നമ്മൾ ആക്ച്വലി സ്റ്റെബിലൈസറിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളൊരു സർജ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു ആൻകറിൻ്റെ സർജ് പ്രൊട്ടക്ടർ നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഇപ്പോൾ താമസിയാതെ വരും ഒരു 300 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾ എത്രയും സേഫ് ആക്കാൻ പറ്റുന്നു അത് അത്രയും നല്ലതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും അങ്ങനെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇഷ്ടംപോലെ വരുന്നുണ്ട് കുറേ ഏരിയയിൽ. അപ്പോൾ നമ്മൾ ഇത് കുത്തി ഓണാക്കി നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരുന്നു. ഇൻപുട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ഒരു ചെറിയൊരു നമുക്കൊരു 10 സെക്കൻഡേ വരുന്നുള്ളൂ. 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി. എനിക്കിപ്പോൾ X വോൾട്ടിനെക്കാട്ടും നല്ല ലുക്കും ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഫ്രണ്ടിൽ വെക്കും ചേട്ടാ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവർക്ക് വേറെ നമുക്ക് 32 ഇഞ്ച് 43 ഇഞ്ച് വരെ താഴെ ആണെങ്കിൽ നമുക്ക് വേറെ മോഡലാണ്. 55 ഇഞ്ച് അല്ലെങ്കിൽ 65 ഇഞ്ചിന് അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസുകളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാൻ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ LED TV സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് Giomex-ൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ആംപിയറാണ് നമുക്ക് മാക്സിമം പവർ വരുന്നത്. ഞാനത് ആക്ച്വലി 3 ആംപിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ 32 ഇഞ്ച് വരെ TV ക്ക് ആണെങ്കിൽ നമുക്ക് 1.3 ആംപിയറൊക്കെ മതി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കണേട്ടാ. എന്താ വെച്ചാൽ നിങ്ങൾ കറക്റ്റ് സ്റ്റെബിലൈസർ ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ TV-ക്ക് ഡാമേജ് വരാം. എന്താ വെച്ചാൽ അതിന് അത്രയ്ക്കും കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിന് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ആംപിയർ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. മിനിമം നമുക്ക് 65-55 ഇഞ്ചൊക്കെ TV ആണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു
2.5 ആംപിയറിന് മുകളിലുള്ള വോൾട്ടേജ് സ്റ്റെബിലൈസർ നോക്കിയാൽ മതിയില്ല. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കണ്ടോ. നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കൂടെ ഉപയോഗിക്കാം, TV പ്ലസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. ഇതിലെ മാർക്ക് വർത്തിക്കുന്നത് 2995 രൂപയാണ്. നമുക്ക് ഒരു ബൈങ് പ്രൈസ് ഒരു 1500 താഴേക്കാണ് വരുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്ററിന് കൊടുത്തിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളോട് കാണിച്ചിട്ടുണ്ട് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടും. അപ്പോൾ ഒരു ടോട്ടലായിട്ട് നമുക്കൊരു 3 കൊല്ലം നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ എന്താ പറയുക ഈ നമ്മുടെ support@𝗄𝑗iomex.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അവർ. അതിലേക്ക് നമ്മൾ ഈ ഇൻവോയ്സും അതുപോലെ തന്നെ ഈ വാറണ്ടി കാർഡും കൂടിയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാറണ്ടി 2 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തും കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 കൊല്ലം കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ കാണാം.